You married? No, married 2 times, but divorced 2 times. Divorced. America's a different world. അത് പണ്ടത്തെ കപ്പലിന് ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ. ഇന്ന് ഫോർട്ട് കൊച്ചിയിൽ വന്ന കാര്യം വേറെ ഒന്നുമല്ല, ഇന്ന് നമ്മളൊരു തേരാപ്പാര വ്ളോഗാണ്. അപ്പോൾ മാക്സിമം ഫോർട്ട് കൊച്ചിയിലുള്ള ഭാഗങ്ങളെല്ലാം കവർ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ എൻ്റെ പുറകിലൊരു പള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഏത് പള്ളിയാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഏകദേശം നിൽക്കുന്നു സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണാനായിട്ട് ഞാൻ പറഞ്ഞ പള്ളി ഇത് എത്ര പേർക്ക് മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. ജസ്റ്റ് അതിൻ്റെ ആ ഒരു മേളിൽ കാണുന്ന അതിൻ്റെ ഒരു ലോഗോ ഉണ്ട്. ആ ലോഗോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പള്ളി ഏതാണെന്ന്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് ഏതായാലും പോവുകയാണ്. അടുത്ത സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഏതായാലും അത്യാവശ്യം മാക്സിമം ഫോർട്ട് കൊച്ചിയിലുള്ള സ്ഥലങ്ങളെല്ലാം നമുക്കൊന്ന് കവർ ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മളേതായാലും ഫോർട്ട് കൊച്ചി ഒരു ബീച്ചിലാണ്ട് പോകുന്നേക്കണത്. അപ്പോൾ അവിടെ വന്നപ്പോൾ കണ്ട നമ്മുടെ പ്രാവുകളാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ്ട് നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ച് എന്ന് പറയണത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇത്ര ഏരിയ ഉണ്ടോ, ഇത്ര ഏരിയ മാത്രമേ ഉള്ളൂ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ. ഇപ്പോൾ എന്താ ഈ കടലിലോട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ള ഭാഗമുള്ളൂ കേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ ഈ കടൽ ഇത്രയും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം കുറേ അറ്റത്തോടെ നമുക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു. അതായത് ആ കല്ലൊക്കെ ഇട്ടേണ ഭാഗങ്ങളിലെ അവിടത്തേക്കൂടി നമുക്ക് നടന്ന ആ സൈഡിലോട്ട് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്കങ്ങനെ പോകാനൊന്നും പറ്റില്ല. ഇറങ്ങാൻ പറ്റുന്ന ഭാഗം എന്ന് വെച്ചാൽ ഇതാണ്. പിന്നെ ആ കാണുന്ന അറ്റത്ത് കണ്ടില്ലേ കുറേ കല്ലുകൊണ്ട് ഇങ്ങനെ നടപ്പാത പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെയൊക്കെ നടന്ന് നമുക്ക് അറ്റത്തോട്ടൊക്കെ പോകാൻ പറ്റും. തിരിച്ചൊരു ഫോട്ടോ എടുക്കാനാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ്ട് നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ നടപ്പാത. ആ കാണുന്ന സൈഡിൽ കൂടെ നമുക്ക് അറ്റം വരെ നടക്കുക. ഈ പോകുന്ന കട്ട വിരിച്ച് ചെയ്യണ ഭാഗം ഉണ്ടല്ലോ, ഇതൊക്കെ നല്ല അറ്റം വരെയുണ്ട് കേട്ടോ. അത് കുറേ നടക്കാനുണ്ട് അങ്ങോട്ടേക്ക്. അവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച കണ്ട, അതായത് അവിടെ ഒരു കടയിൽ വിൽക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. കുറേ വെറൈറ്റി സാധനങ്ങളാണ്. പക്ഷെ നമ്മളതെല്ലാം ട്രൈ ചെയ്തില്ല. വെറുതെ വയറൊക്കെ കിടക്കാൻ താല്പര്യമില്ല. പക്ഷെ എല്ലാം നല്ല സാധനങ്ങളാണ് അതിനകത്തുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അതിലൂടെ നടന്ന് ഏകദേശം നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ അറ്റം എന്ന് പറയാനല്ല, ഏകദേശം അറ്റം ഭാഗത്തോടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നടന്ന് വന്നപ്പോൾ കണ്ട ഒരു വേറൊരു കാഴ്ചയുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഒരു ബീരങ്കി ഇരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ പോർച്ചുഗീസിൻ്റെ കാലത്ത് ഇവിടെ സ്ഥാപിച്ചേക്കണത്. ചേട്ടാ, അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ബാക്കി കാണുന്ന ബീരങ്കിനെ കുറിച്ച്. ഇത് പഴമക്കാർ പറഞ്ഞു നമുക്ക് കേട്ടു. നമ്മൾ കൊച്ചിയിൽ നമുക്ക് കേട്ടിട്ടുള്ളതാണ് പഴമക്കാർ പറഞ്ഞിട്ട്. അതായത് പോർച്ചുഗീസുകാരാണ് പണിതത്. പോർച്ചുഗീസുകാർ പണിതപ്പോൾ അന്ന് പായക്കപ്പൽ പോലത്തെ ഇതൊക്കെ ആയിരുന്നു. കപ്പലൊന്നുമില്ല, മറ്റേ ഇത്രയും പുരോഗമിച്ചിട്ടുള്ളല്ലോ. അന്ന് അവരെ ഫയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോർച്ചുഗീസുകാർ പണിതതാണ്. അതിന് ശേഷമാണ് ഇത് ബ്രിട്ടീഷുകാർ വന്ന് പുതുക്കി പണിതത്. ഓക്കെ, പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം പിന്നെ ബ്രിട്ടീഷുകാർ പോയ ശേഷമാണ് ബ്രിട്ടീഷുകാർ ഇത് മെനാക്കിയെടുത്തത്. അത് നിലവിൽ അന്നും മുതൽ ഇന്ന് വരെയും അതുപോലെ തന്നെ പൈതൃകമായിട്ട് സൂക്ഷിച്ചു പോരും. ഇപ്പം ഇന്ത്യൻ നേവിൻ്റെ കയ്യിലാണ് ഇത് മെയിൻ്റെനൻസ് വർക്ക് അവരാണ് സൂക്ഷിക്കുന്നത്. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് റഷീദ്. ഓക്കെ. നമ്മുടെ ഈ ചേട്ടനാണ് ഇവിടെ ഐസ്ക്രീം കട കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ ആ ചേട്ടനാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ കൂടുതലായിട്ട് പറഞ്ഞു തന്നെ കേട്ടോ. താങ്ക് യു ചേട്ടാ. ഫ്രണ്ട്സ്, അപ്പോൾ ഏതായാലും നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ അത്യാവശ്യം ബീച്ചിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു സാഹിബ് ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളിയുടെ നമുക്ക് പോയിട്ട് ഏതായാലും ഒരു ഒപ്പീനിയൻ ചോദിക്കാം എന്തുകൊണ്ട് നമ്മുടെ ഫോർട്ട് കൊച്ചി സെലക്ട് ചെയ്തു. ഓക്കെ. Anyway, I came here 21 years ago, or 22 years ago, Fort Cochin. I came in 2001. And I came back because I wanted to eat the food with all the coconuts and mangoes.
and enjoy the ocean. Watch the ships come in. Watch Katakali. What's your name, sir? Randy. Sorry? Randy. Randy. Where are you from? America. America. Yeah, I'm a medical doctor, but I'm sannyasi. Sannyasi. Sannyasi for 8 years. 8 years. Finished. I'm in. Yeah, retired. Yeah. Now I live. You know, you married? No, married 2 times, but divorced 2 times. Divorced, America's yes. a different world. Oh. Not like here. You get married here and stay married. In America, you Now where you stay? half the time I stay Thailand, half the time I stay Italy. Italy. Yeah, I bought a house last year in Sicily. Oh. It's an island in Italy. So How's Kochi? yeah, I love it. I love the food. Yeah. I just had fish curry with mango. So very You good. love spicy food? Yeah, spicy food. It's more spicy in Thailand. It's not spicy here. For breakfast, I had unripe mangoes with spice. Pepper, yeah, I like spicy. It's not that spicy here though. Oh. You really enjoy Kochi? Yeah. Yeah. It's nice. There's a lot of Indian tourists here too, so that's what's nice. A lot of Indian tourists, so I can see people from all around. Yesterday I met a family from Calcutta, Oh. Bengali, so it was interesting. Okay. Thank you, sir. Yeah, thank you. Thank you. Nice to meet Hope you make $1 million on YouTube. Thank you, sir. You're both from Cochin? you. Yeah. You're a Christian, Muslim, Hindu, Jain, Sikh? Hindu. Hindu? Different. What's that? Because you look Muslim, I think, with a beard. I don't know. I'm just curious, yeah. Only in India do you have so many religions, Yeah. all mixed. A lot and of religions. Usually people getting along Yeah. pretty much. Thank you, sir. Yeah, have fun. ഇവിടെയൊക്കെ ഇപ്പോൾ ഒത്തിരി കടകളാണ്. ചെറിയ ചെറിയ ഐറ്റംസ് വിൽക്കുന്ന ഒത്തിരി കടകളുണ്ട് ഇവിടെ. അപ്പോൾ ഏതായാലും നമ്മൾ നടന്ന് ഏതായാലും ഈ ബീച്ചിൻ്റെ സൈഡിലുള്ള ബാക്കിയുടെ ഏകദേശം അറ്റത്തറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ചെറുപ്പത്തിലൊക്കെ കിട്ടുന്നത് അമ്പാടിയല്ലേ കേട്ടോ. ഗൈസ് അപ്പോൾ ഇത് ഇവിടെ വന്നപ്പോൾ കണ്ട് 2 സാധനം ഉണ്ടാകും. ഇതെന്താണെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. അതിൻ്റെ അടിയിലൊക്കെ പോയി നോക്കിയെങ്കിലും എന്താണ് അതിൻ്റെ അടിയിൽ എഴുതി ഒന്നും വെച്ചിട്ട് ഒരു ഐഡിയയും കൊടുത്തില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെ ഒരു ചേട്ടനുണ്ട് കടയിൽ. ആ ചേട്ടൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം എന്താ സംഭവം. അയ് ചേട്ടാ, ആ സാധനം എന്താണെന്ന് പറഞ്ഞു തരാമോ? ആ, അത് പണ്ടത്തെ കപ്പലിന് കൽക്കരിയുടെ കൊണ്ട് വർക്ക് ചെയ്യുന്ന കപ്പലായിരുന്നു പണ്ട് കാലത്ത് പോർച്ചുഗീസിൻ്റെ കാലത്ത്. അതെ. അത് പോകുന്ന അത് കൽക്കരി കൊണ്ട് പോകുന്ന കപ്പലായിരുന്നു. ആ കപ്പലിൻ്റെ ഇഞ്ചൻ പുക പോകുന്ന ഇഞ്ചൻ അത് ആ സാധനം അത് അതിന്റെ പേരാ ബോയിലർ എന്ന് പറയും. ബോയിലർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബോയിലർ ഓക്കെ, അവിടെ ഉണ്ടല്ലേ? ഞാൻ നോക്കിയിട്ട് കണ്ടായിരുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോയിലർ എന്ന് പറഞ്ഞു. അതാ സംഗതി. ഓക്കെ, ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ചന്ദ്രൻ. ശരി ഏട്ടാ, താങ്ക് യു. നമുക്ക് ചേട്ടൻ ഇവിടെ ചെറിയ കച്ചവട കാര്യങ്ങളൊക്കെ ചെയ്യണ കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ കപ്പലിനെ റോറോ വലിച്ചു കൊണ്ടുപോകുന്നതാണെന്ന് എനിക്ക് തോന്നണ. പക്ഷേ അതിൻ്റെ സൈഡിൽ കൂടെ ഉണ്ട് റോറോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതാണ്ട് നേരത്തെ പറഞ്ഞ ആ സാധനം ആ ചേട്ടൻ നമുക്ക് നേരെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇതിൻ്റെ പേര് ഇവിടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമുക്ക് ഏതായാലും പോയി നോക്കാം. നേരെ നോക്കിയാൽ കാണാം കേട്ടോ ഗൈസ്, നേരെ താഴത്തോട്ട് നോക്കണം. ഇതാണ് ഇതിൻ്റെ പേര്, ബോയിലർ. പുള്ളിക്കാരനെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഓടിയത്. ഇതിൻ്റെ അകത്ത് കയറി കിടപ്പുണ്ട് പേടിച്ച്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏതായാലും
ബീച്ചിൻ്റെ ഭാഗങ്ങളെല്ലാം ചുറ്റിക്കാണ്ട് അതിന് ശേഷം ഇപ്പോൾ വന്നേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസ്റ്റ്യൻ സ്ട്രീറ്റിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നേക്കണ കാര്യം വേറെ ഒന്നുമല്ല, ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മുടെ ബി മമ്മൂട്ടിയുടെ സിനിമ ഷൂട്ട് ചെയ്ത വീടാണിത്. ഏകദേശം ഇപ്പോൾ അവർ അതിൻ്റെ ഡിസൈന് കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടോ. ഈ മതിലിൻ്റെ ഭാഗമൊക്കെ കൂടുതലായിട്ട് പണിത്, പിന്നെ അതുപോലെ തന്നെ മൊത്തത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം വരെ ആളുകൾ വന്ന് തിരക്ക് കാരണം അവർ മൊത്തത്തിൽ ഡിസൈന് കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുത്തിയിട്ടാണ്. ഇതാണ് നമ്മുടെ മമ്മൂട്ടിയുടെ ബി ഷൂട്ട് ചെയ്ത വീട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ബാസ്റ്റ്യൻ സ്ട്രീറ്റിലുള്ളൊരു ഗ്രൗണ്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ലീല എന്ന് പറഞ്ഞൊരു ഇത് കണ്ടിപ്പോൾ, ഇതെന്തോ ഹോട്ടലോ അങ്ങനെ എന്തോ പോലെ ഒരു സെറ്റപ്പാണ് കേട്ടോ. അത്യാവശ്യം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നത് പണ്ടത്തെ, അതായത് ബ്രിട്ടീഷിൻ്റെ ടൈമിൽ നിർമ്മിച്ച ബിൽഡിംഗ് ആണെന്നാണ് തോന്നുന്നത്. കാരണം ഇതിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസും കാണാൻ പറ്റും, നമ്മുടെ ഇന്ത്യ പോസ്റ്റ്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ ബിൽഡിങ്ങൊക്കെ കാണാനായിട്ട്. പിന്നെ ഫോർട്ട് കൊച്ചിയിൽ കൂടുതലായിട്ടൊന്നും കാണിക്കാനൊന്നുമില്ല. കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള റോഡ് കാര്യങ്ങൾ അതുപോലെ ഇതൊക്കെയാണ് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലുള്ളത്. പിന്നെ ഏതായാലും ഞാൻ നമ്മുടെ ബാസ്റ്റ്യൻ സ്ട്രീറ്റിൽ വെച്ചിട്ട്, അതായത് നമ്മുടെ ബിഗ് ബിയിലെ മമ്മൂട്ടിയുടെ വീടിൻ്റെ അടുത്ത് വെച്ചിട്ട് എൻ്റെ വീഡിയോ ഏതായാലും ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അതിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.